നിങ്ങൾക്കറിയാം, ശരിയായ രീതിയിൽ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളെ, അത് അൻവറായാലും ആരായാലും, അതിനെപ്പറ്റിയെല്ലാം ഫലപ്രദമായിട്ട് പരിശോധിക്കാൻ ഗവൺമെൻറ് DGP തന്നെ ഉൾക്കൊള്ളുന്ന നേതൃത്വ വിഭാഗം സംഘത്തെ നിയോഗിച്ചു കഴിഞ്ഞു. ഒരു മാസം കൊണ്ട് റിപ്പോർട്ട് ലഭിച്ചാൽ അതുമായി ബന്ധപ്പെട്ട ADGP ഉൾപ്പെടെയുള്ള അജിത് കുമാറായിട്ട് കൂടി ബന്ധമുള്ള എല്ലാ പ്രശ്നങ്ങളും അന്വേഷിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കാൻ ഗവൺമെൻറ്റും പാർട്ടിയും തീരുമാനിച്ച് കാര്യങ്ങൾ നടപ്പിലാക്കി വരികയാണ്. ആ സന്ദർഭത്തിലാണ് ഞാൻ പാർട്ടിയുടെ മുന്നിൽ, അതിനു മുമ്പ് ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ ഉന്നയിച്ച കാര്യങ്ങൾക്ക് മറുപടി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിനി സംസാരിക്കില്ല എന്ന് പറഞ്ഞ തൊട്ടടുത്ത ദിവസം മുതൽ വീണ്ടും അതിശക്തിയായ കടന്നാക്രമം, ഞാൻ ഇടതുപക്ഷത്തുമല്ല വലതുപക്ഷമത്തുമല്ല നടുക്കാണിരിക്കുക എന്ന ഇടതുപക്ഷത്തിൽ നിന്ന് വിട്ടുപോകുന്ന സമീപനം, പാർലമെൻ്ററി പാർട്ടി യോഗത്തിലേക്ക് ഞാൻ പങ്കെടുക്കാൻ പോകുന്നില്ല എന്ന ഏകപക്ഷീയമായ പ്രചരണം, ഇത് രണ്ടും വന്നപ്പോഴാണ് പാർട്ടി ആലോചിച്ച് അൻവറുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കാൻ തീരുമാനിച്ചു. അൻവർ അതിനുശേഷം പൊതുയോഗം നടത്തി. ആ പൊതുയോഗം പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാതിൻ്റെ പിന്നിൽ. രണ്ട് പ്രബലമായ വിഭാഗമാണ് അതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട ജനവിഭാഗം എന്ന് പറയുന്നത്. ഒന്ന് SDPI ആണ്, മലപ്പുറത്ത് അതിന് ക്ഷാമമില്ലല്ലോ. മറ്റൊന്ന് ജമാഅത്ത് ഇസ്ലാമിയാണ്, അതിൻ്റെ ഒപ്പം ലീഗ്, കോൺഗ്രസ്. അതിൻ്റെ വളരെ ചെറിയ ഒരു വിഭാഗം മാത്രമേ, 10-30 ആളുകൾ മാത്രമാണ് പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ടായത്. 2000-ലധികം ആളെ കാണിച്ചിട്ട് പാർട്ടിയിൽ നിന്ന് വമ്പിച്ച ഒഴുക്കാണ് എന്ന് പറയാനാണ് അവർ ആദ്യം ശ്രമിച്ചതെങ്കിലും ഓരോരുത്തരുടെയും കയ്യിലേക്ക് കൊണ്ടുപോയി കയ്യിൽ വെച്ച് അവരോട് ചോദിച്ചു, നിങ്ങൾ എങ്ങനെയാണ്? അപ്പോൾ ഓരോരുത്തരും പറയാൻ തുടങ്ങിയതൊന്നും കമ്മ്യൂണിസ്റ്റ് എന്ന രീതിയിലല്ല. പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹം 5 കൊല്ലം മുമ്പ് പാർട്ടി മെമ്പർഷിപ്പിൽ നിന്ന് പോയിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ഒരാളായിരുന്നു. ഞങ്ങളിതെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. വേറൊരു DYFIക്കാരുണ്ട്, അദ്ദേഹത്തിന് പാർട്ടി മെമ്പർഷിപ്പും ഇല്ല, ഇപ്പോൾ സംഘടനാ രംഗത്തുമില്ല. ബാക്കി മുഴുവൻ പറഞ്ഞത് നിങ്ങൾക്കറിയുന്നത് പോലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന വിഭാഗമാണ്. പിന്നെ ജമാഅത്ത് ഇസ്ലാമും SDPIയും അവർ പേര് വെളിപ്പെടുത്തില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവരുടെ പിന്തുണയാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ സൂചന എന്താ? വർഗീയവാദത്തിൻ്റെ 2 ഭാഗങ്ങളുണ്ട് കേരളത്തിൽ. ഒന്ന് ഹിന്ദു വർഗീയതയാണ്, ഭൂരിപക്ഷ വർഗീയത. ഏറ്റവും ആദ്യം എതിർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശത്രു തന്നെ, സംശയമില്ല. മറുഭാഗത്ത് കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ രൂപപ്പെട്ടു വന്ന UDFൻ്റെ ഭാഗമായിട്ട് ലീഗും കോൺഗ്രസും ഒപ്പം ജമാഅത്ത് ഇസ്ലാമും അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കെല്ലാം അറിയുന്ന SDPIയും ചേർന്ന് ഒരു കൂട്ടുമുന്നണിയാണ് CPIഎമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും പരാജയപ്പെടുത്താൻ കേരളത്തിൽ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ ഐക്യമുന്നണി. ആ ഐക്യമുന്നണി തന്നെയാണ് അൻവറിന് വേണ്ടി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾക്കറിയാം. അൻവറിന് അതിനുശേഷം കോഴിക്കോട് ഇന്നലെ വലിയ പരിപാടി എന്ന് പറഞ്ഞിട്ട് കൊട്ടിഘോഷിച്ച് നിലമ്പൂർ അദ്ദേഹത്തിൻ്റെ തട്ടകത്തിൽ വെച്ചതുപോലെ തന്നെ ഒരു പരിപാടിയായിട്ട് മാറുമെന്നൊക്കെ പ്രതീക്ഷിച്ച് ഇപ്പോഴ് കൃത്യമായിട്ട് നമ്മുടെ സഖാക്കൾ കണക്ക് നോക്കിയിട്ടുണ്ട്, 300 കുറവായ ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നു. അതിൽ കമ്മ്യൂണിസ്റ്റുകാരോ ഇടതുപക്ഷക്കാരോ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ആ പരിപാടി വെച്ചത്. ഇന്നിപ്പോഴും തൊണ്ടക്കിനി ശരിയില്ല, അതുകൊണ്ട് 2 ദിവസത്തെ പരിപാടി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുമെതിരായി ആരൊക്കെ കൊമ്പ് കുലുക്കി മുമ്പോട്ടേക്ക് വന്നിട്ടുണ്ടോ അതിനെ മുഴുവൻ അതിജീവിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന രീതിയിലുള്ള പാർട്ടി കേഡർമാരും നേതാക്കന്മാരുമല്ല. അതിനെ അഭിമുഖീകരിച്ചത് കേരളത്തിലെ സാമാന്യ ജനതയാണ്. പാർട്ടിക്കെതിരായിട്ട് കടന്നാക്രമണം നടത്തിയ എല്ലാ സന്ദർഭത്തിലും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുന്നോട്ടേക്ക് വന്ന ജനത, സാധാരണക്കാരായ ആളുകൾ, അവർക്കൊന്നും നേടാനില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രസ്ഥാനത്തിൻ്റെ തണലിൽ വളർന്നു വന്ന ഒരു ജനതയാണ്. ഇടതുപക്ഷ ആഭിമുഖ്യത്തോടുകൂടി മുന്നോട്ടേക്ക് വരുന്ന ആ ജനത, ആബാലവൃദ്ധം, അവരാണ് ഇതിനെല്ലാം പ്രതിരോധിച്ചത്. മുമ്പ് അതെ, ഇനിയും അങ്ങനെ തന്നെയാണ്. ആ പ്രതിരോധം തുടർന്ന് മുമ്പോട്ടേക്ക് പോകാൻ നമുക്കാവണം. അതിന് ഊർജ്ജം തരുന്ന, അതിൻ്റെ ഊർജ്ജ സ്രോതസ്സായ ഒരു കേന്ദ്രം തന്നെയാണ് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എല്ലാ അർത്ഥത്തിലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെതിരായിട്ട് വരുന്ന കടന്നാക്രമത്തെ ജനങ്ങളാകെ അണിചേർന്ന് പാർട്ടിയാകെ ഒറ്റക്കെട്ടായി അതിനെ അഭിമുഖീകരിക്കും. അതിനെതിർത്ത് പരാജയപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതിൻ്റെ ഭാഗമായുള്ള ഞാൻ നേരത്തെ പറഞ്ഞ 2 തരത്തിലുള്ള വർഗീയ നിലപാടുകളെയും,
ഒന്ന് ഭൂരിപക്ഷ വർഗീയതയും മറ്റൊന്ന് ന്യൂനപക്ഷ വർഗീയതയെയും രണ്ടിനെയും എതിർത്തുകൊണ്ടല്ലാതെ കേരളത്തിൽ മതനിരപേക്ഷത എന്ന ആശയത്തെ ശരിയായ രീതിയിൽ ഉയർത്തിപ്പിടിച്ച് മുമ്പോട്ടേക്ക് പോകാൻ നമുക്ക് വേറെ വഴിയില്ല. ഈ രണ്ടും കൃത്യമായ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യാൻ നമുക്കാവണം.